നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത് ആ കസേരയിലേക്ക് മര്യാദയ്ക്കൊന്ന് ഇരിക്കുന്നതിന് മുന്നേ, അതായത് മന്ത്രി കസേരയിൽ ഒന്ന് നേരെ ഇരിക്കുന്നതിന് മുന്നേ തന്നെ NDA മുന്നണിയിൽ വിള്ളലുകൾ തുടങ്ങിയിരിക്കുന്നു. NDAയിലെ കക്ഷികൾ ഓരോരുത്തരായി പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം എത്തുന്നത് ഇന്ത്യ മുന്നണിയിലേക്കാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ NDA കടന്നു പോകുന്നത്. നരേന്ദ്രമോദിക്കൊന്ന് മന്ത്രി കസേരയിൽ ഇരിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ മുന്നണികൾ ഓരോരുത്തരായി തൃണമൂൽ കോൺഗ്രസിലേക്കും അതുപോലെ ഇന്ത്യ സഖ്യത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിലും അതുപോലെ പലയിടങ്ങളിലുമൊക്കെ BJPയുടെ പ്രവർത്തകർ കൂട്ടത്തോടെ പാർട്ടി വിട്ട് മറ്റു പല പാർട്ടികളിലേക്കും അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴിതാ NDA മുന്നണിയിൽ നിന്നുള്ളവർ തന്നെ പടലയോടുകൂടി, അതായത് അട്ടപ്പടലം മൊത്തത്തിൽ വലിച്ചു വാരിയെടുത്തുകൊണ്ട് നേരെ കോൺഗ്രസിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്ത്യ സഖ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. ഹരിയാനയിൽ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ NDAയുടെ ഭാഗമായിരുന്ന JJP, അതായത് ജനനായക് ജനതാ പാർട്ടി സംസ്ഥാനത്ത് BJPയുടെ സഖ്യമായിരുന്നു അവർ തന്നെ. അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മൾ എന്തായാലും NDAക്കൊപ്പം നിൽക്കുന്നില്ല, പകരം രാഹുൽ ഗാന്ധിക്കൊപ്പം കോൺഗ്രസിനൊപ്പം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കാനായി ഞങ്ങൾ പോവുകയാണ്. ഇനി ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കുണ്ടാകില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പോ ശേഷമോ ഭരണകക്ഷിയായ BJPയുമായി യാതൊരു സഖ്യത്തിനും ഇനി ഇല്ല എന്നും JJP നേതാവ് ദുഷ്യന്ത് ചൗട്ടാല വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് ശേഷം ആദ്യമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഹരിയാന മുൻ ഉപമുഖ്യമന്ത്രി കൂടിയായ അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഈ വർഷം മാർച്ചിൽ ഹരിയാന മുഖ്യമന്ത്രിയായ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി പകരം നയബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയതോടെയാണ് സഖ്യത്തിൽ വിള്ളലുകളെല്ലാം ഉണ്ടാകുന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 10 മണ്ഡലങ്ങളിലും JJP സ്ഥാനാർത്ഥികൾ നിർത്തുകയും ചെയ്യുന്നു. എന്നാൽ ഒരിടത്ത് പോലും JJP സ്ഥാനാർത്ഥികൾ വിജയിച്ചില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ രാജ്യസഭ MP ദീപേന്ദ്ര സിംഗ് ഹൂഡ റോഹ്തക്ക് മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരുന്നു. ഈ ഒഴിവിലേക്കാണ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രമുഖനായ വ്യക്തിയെയോ ഏതെങ്കിലും കായിക താരത്തെയോ മത്സരിപ്പിക്കണമെന്ന നിബന്ധനയോടെയാണ് JJP രാജ്യസഭ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുവരെയും JJP പിന്തുണ നൽകിയിരുന്നത്, പിന്തുണയോടുകൂടി നിന്നിരുന്നതെല്ലാം NDAക്കൊപ്പമാണ്, BJPക്കൊപ്പമാണ്, നരേന്ദ്രമോദിക്കൊപ്പമാണ്. ഇപ്പോഴിതാ അവർ പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ഇനി ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കില്ല, പകരം കോൺഗ്രസിനൊപ്പമാണെന്ന്. ഇതുവരെ നിങ്ങളെ പിന്തുണച്ചതിന് കിട്ടിയതൊക്കെ നമുക്ക് മതിയായി, ഇനി സ്വന്തമായി അങ്ങ് പോയാൽ മതി, നിങ്ങൾക്കൊപ്പം നിൽക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, JJPക്ക് താല്പര്യമില്ല, JJPയുടെ അണികൾക്കോ പ്രവർത്തകർക്കോ ഒരാൾക്ക് പോലും ഇനി BJPയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ ഇതുവരെ നരേന്ദ്രമോദിക്ക് ഉണ്ടായിരുന്ന പിന്തുണയെല്ലാം നിരുപാധികം പിൻവലിച്ചിരിക്കുകയാണ് ഇപ്പോൾ JJP. ഇനി അങ്ങോട്ട് തങ്ങളുടെ പാർട്ടിയുടെയും പ്രവർത്തകരുടെയും എല്ലാവരുടെയും പിന്തുണ ഇനി രാഹുൽ ഗാന്ധിക്ക് മാത്രമാണെന്നും രാഹുൽ ഗാന്ധിക്കൊപ്പമേ ഞങ്ങൾ ഇനി നിൽക്കുന്നുള്ളൂ എന്നും രാഹുലാണ് ഞങ്ങളുടെ നേതാവെന്നു കൂടിയാണ് ഇപ്പോൾ JJPയുടെ നേതാക്കളെല്ലാം ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞിരിക്കുന്ന മറ്റാരുമല്ല, JJPയുടെ നേതാവായ ദുഷ്യന്ത് ചൗട്ടാലയാണ്. ദുഷ്യന്ത് ചൗട്ടാല ഇത്രയും കാലം നിന്നിരുന്നത് നരേന്ദ്രമോദിയും യോഗിയെയും അമിത്ഷായൊക്കെ താങ്ങിക്കൊണ്ടിരുന്ന ദുഷ്യന്ത് ചൗട്ടാല ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായിരിക്കുന്നു, ഇനി ഞാൻ ഇവരെ പിന്തുണച്ചു നിന്നാൽ അല്ലെങ്കിൽ NDAയെ പിന്തുണച്ചു നിന്നാൽ എനിക്ക് യാതൊരു നേട്ടവും ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, എന്റെ പാർട്ടിയെ തന്നെ പിളർത്താൻ BJP ശ്രമിക്കുകയും ചെയ്യുമെന്ന്. ഒപ്പം നമുക്കറിയാം, NDAയിലുള്ള പല മുന്നണികളെയും BJP അടർത്തിയെടുക്കുക മാത്രമല്ല, പല മുന്നണികളെയും അവരുടെ പാർട്ടിയെ പിളർത്തി അതിലുള്ള നേതാക്കന്മാരെല്ലാം BJPയിലേക്ക് വലിച്ചെടുക്കുന്ന കാഴ്ച നാം കണ്ടിട്ടുള്ളതാണ്. ഇതേ സാഹചര്യം JJPക്കും ഉണ്ടാകുമെന്ന് JJPക്ക് മനസ്സിലാവുകയും ദുഷ്യന്ത് ചൗട്ടാല അത് ആദ്യമേ തന്നെ തിരിച്ചറിയുകയും ചെയ്തതോടുകൂടിയാണ് ഇപ്പോൾ തന്റെ പിന്തുണയെല്ലാം നിരുപാധികമായി ഇനി രാഹുൽ ഗാന്ധിക്കാണെന്നും കോൺഗ്രസിനാണെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഹരിയാനയിൽ ഇനി വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. BJPക്ക് യാതൊരു മുന്നേറ്റവും ഇല്ലാതെ നരേന്ദ്രമോദി അവിടെയും അട്ടിപ്പതറി ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതുവരെ നരേന്ദ്രമോദിക്ക് യാതൊരു പിന്തുണയും വലിയ തരത്തിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സ്വന്തം മണ്ഡലത്തിൽ പോലും വാരണാസി മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം പോലും നരേന്ദ്രമോദിക്ക് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ആദ്യ സമയങ്ങളിലെ വോട്ടെണ്ണലുകളിൽ
നരേന്ദ്രമോദി പിന്നോട്ട് പോകുന്ന കാഴ്ച വരെ നാം കണ്ടതാണ്. അപ്പോ അങ്ങനെ വലിയ അടികളും തിരിച്ചടികളും ലഭിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദിക്ക് ഇപ്പോഴിതാ കൂണിന്മേൽ കുരു പോലെ വീണ്ടും ഒരു വലിയ തിരിച്ചടി കൂടി കിട്ടിയിരിക്കുന്നു. ഹരിയാനയിൽ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ JJPയുടെ പൂർണ്ണമായ പിന്തുണ, അതായത് NDA മുന്നണിയിലുണ്ടായിരുന്ന NDA സഖ്യത്തിലുണ്ടായിരുന്ന BJPക്കൊപ്പം നിന്നിരുന്ന JJPയുടെ പൂർണ്ണ പിന്തുണ ഇനി രാഹുൽ ഗാന്ധിക്ക് മാത്രമാണെന്നും കോൺഗ്രസിന് മാത്രമാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്.